ഓരുവെള്ളക്കയറ്റത്തിന്റെ പ്രതിഷേധങ്ങൾ മുറ പോലെ നടക്കുന്നുണ്ടെങ്കിലും ശരിയായ രീതിയിലുള്ള ഇടപെടലുകൾ അധികാരികളുടെ ഭാഗത്തു നിന്നുമില്ലാത്തതാണ് തങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നതെന്ന് ഇടക്കൊച്ചിയിലെ ജനങ്ങൾ. പ്രതിഷേധങ്ങളോടെ ജനപ്രതിനിധികളും ജനങ്ങളും ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമായി കൊച്ചി സബ് കളക്ടർ കെ മീര IAS സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ഇടക്കൊച്ചിയിൽ സന്ദർശനം നടത്തി. അധികാരികളുടെ കരുണ പ്രതീക്ഷിച്ച് നിരവധി കുടുംബങ്ങളാണ് പ്രശ്നപരിഹാരം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ ഓരോ ദിനവും തള്ളി നീക്കുന്നത്. ഓരുവെള്ളക്കയറ്റത്താൽ അകപ്പെട്ട ഇടക്കൊച്ചിയിലെ ജനങ്ങളുടെ തോരാത്ത കണ്ണീരിൽ നിന്നും മോചനത്തിന് ഇനി എത്ര നാൾ? മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. സന്ദർശിക്കോ? വേലിയേറ്റ വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ സബ് കളക്ടർ ഇടപെടുന്നില്ലെന്നാരോപിച്ച കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ RT ഓഫീസ് ഉപരോധത്തിന് പിന്നാലെ ഇടക്കൊച്ചിയിലെ വേലിയേറ്റ പ്രദേശങ്ങൾ സബ് കളക്ടർ കെ മീര IAS സന്ദർശിച്ചു. കൌൺസിലർമാരായ അഭിലാഷ് തോപ്പിൽ, ജീജ ടെൻസൺ, നാട്ടുകാർ എന്നിവരോടൊപ്പമായിരുന്നു സന്ദർശനം. വേലിയേറ്റം മൂലം തകർന്ന വീടുകളിൽ സബ് കളക്ടർ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇവർക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും സംരക്ഷണ ഭിത്തികളും സ്ലൂയിസും നിർമ്മിക്കുന്നതിനുള്ള പദ്ധതി അടിയന്തരമായി നടപ്പിലാക്കുന്നതിന് ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്ത് സർക്കാരിന് ശുപാർശ നൽകുമെന്നും ഇതിനായി പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നേരിൽ കാണുമെന്നും സബ് കളക്ടർ അറിയിച്ചു. ജനങ്ങളുടെ പ്രശ്നം എനിക്ക് അറിയുന്നത് തന്നെയാണ്. അന്നും നമ്മളൊരു മീറ്റിംഗ് എടുത്തിരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ഒരു എമർജൻസി സിറ്റുവേഷൻ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ, ഒരു വലിയൊരു മെഗാ പ്രൊജക്റ്റ് തന്നെ വേണം. കാരണം ഒരു സിംഗിൾ വർക്ക് കൊണ്ട്, ഒരു ചെറിയൊരു ഇടപെടൽ കൊണ്ട് നമുക്കത് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറേ ഫയലുകൾ, നമ്മുടെ ഇറിഗേഷൻ്റെ തന്നെ കുറേ ഫയലുകൾ നമുക്ക് പെർമിഷൻ കിട്ടേണ്ടതുണ്ട്. അത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം കൃത്യമായിട്ട്. അതുപോലെ ഇപ്പോൾ നമ്മുടെ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, ഇവിടെ കോർപ്പറേഷൻ്റെ കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ശുപാർശകളും അതുപോലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ശുപാർശകളെല്ലാം കേട്ടു. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമുക്ക് എത്രയും പെട്ടെന്ന് ഫോളോ അപ്പ് ചെയ്ത് പ്രയോറിറ്റിയിൽ തന്നെ ചെയ്യാം. സബ് കളക്ടറോടൊപ്പം തഹസിൽദാർ സുനിത ജേക്കബ്, ഇടക്കൊച്ചി വില്ലേജ് ഓഫീസർ രാജേഷ് ഭാസ്കർ, ഇറിഗേഷൻ വകുപ്പ്, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ദിവ്യ T ബാബു, നഗരസഭ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അജിത അനീഷ് എന്നിവരും ഉണ്ടായിരുന്നു. വേലിയേറ്റ വെള്ളക്കെട്ടിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി 2 മാസം മുൻപ് യോഗം ചേർന്ന് അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് സബ് കളക്ടർ നൽകിയ ഉറപ്പ് നടപ്പിലായിട്ടില്ല എന്നാരോപിച്ചാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പ്രവർത്തകർ RT ഓഫീസിലേക്ക് തള്ളിക്കയറുവാൻ ശ്രമിച്ചത്. ഇതിനിടെ സബ് കളക്ടർ ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥലം സന്ദർശിച്ച് ആവശ്യമായ നടപടി കൈക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിയതിനു പിന്നാലെയായിരുന്നു പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചത്. അതായത് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടത് കഴിഞ്ഞ ജനുവരി 4-ാം തീയതി ഇവിടെ ഒരു സ്റ്റേറ്റ് ഹൈവേ ഉപരോധത്തോടുകൂടിയാണ്. ആ സ്റ്റേറ്റ് ഹൈവേ ഉപരോധത്തിലോട്ട് നയിച്ചതെന്ന് വെച്ചാൽ അത്രയും രൂക്ഷമായ ഒരു വേലിയേറ്റം ഉണ്ടായി. അപ്പോൾ ആ വേലിയേറ്റത്തിന് കാരണം ജനപ്രതിനിധികളായവർ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നുകൊണ്ടാണ് അത്രയും രൂക്ഷമായി ഞങ്ങൾ അനുഭവിക്കേണ്ടത്. അതിനെ തുടർന്ന് ഹൈവേ ഉപരോധം മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയതോടുകൂടിയാണ് ഇത്ര ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇവിടെ എത്തിച്ചേരാനുള്ള ഇടയാക്കിയത്. ഇടക്കൊച്ചി 15-16 ഡിവിഷനിൽ അതിരൂക്ഷമായ ഓരുവെള്ളക്കയറ്റമായിരുന്നു. അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നാളിതുവരെ നടപടിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം ഉടുപ്പും പൊക്കിയാണ് അങ്ങാടും ഇങ്ങാടും പോകുകയും കാലത്തായാലും വൈകുന്നേരമായാലും പോകാനും വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ വന്നത്. സ്കൂളിൽ പോവുകയും വരികയും എല്ലാം ചെയ്യണത്. സിമി ചേച്ചിയുടെ ഈ നെടുവീർപ്പാണ്, ഈ പരിദേവനങ്ങളാണ് ഈ ജനതയുടെ വേദനകൾ മുഴുവനും ഒതുക്കി തീർത്തിരിക്കുന്ന ഒന്ന്. ഇതേപോലെ അനേകം കുടുംബങ്ങളുണ്ട്. സബ് കളക്ടർ മീര IAS ഇന്നിവിടെ വന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പുകളിലാണ് ഇവരിന്ന് പ്രതീക്ഷകൾ വെക്കുന്നത്. ഇവരുടെ പ്രതീക്ഷകൾ യാതൊരു വിധത്തിലും അധികാരികളുടെ കർണപുടങ്ങളിൽ എത്താതിരിക്കരുത്. ഇവരുടെ പ്രതീക്ഷകൾ പൂവണിയണം. ഇവർക്ക് ജീവിക്കാനാവണം. പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായി ഇവർ ജീവിക്കുമ്പോൾ ആ 2 മക്കളെ ചേർത്ത് നിർത്തുവാനായിട്ട്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഇവർക്ക് സാധിക്കണം. ഇത്തരത്തിലുള്ള അനേകം കുടുംബങ്ങളുടെ പ്രതീക്ഷകൾക്ക് അധികാരികൾ കാതുകൊടുക്കണം. കൊച്ചിയിൽ നിന്നും മെട്രോ 7 ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സിംലേഷിനൊപ്പം റെഡ്ജൻ റബല്ലോ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.